أعوذ بالله من الشيطان الرجيم. الشيطان يعدكم الفقر ويأمركم بالفحشاء والله يعدكم مغفرة منه وفضلا والله واسع عليم. 268 വചനം. അശ്ശൈത്താനു യഇദുക്കുമുൽ ഫഖർ. പിശാച് ദാരിദ്ര്യം പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തും. വയമുറുക്കും ബിൽ ഫഹ്ഷാ, നീചപ്രവർത്തികൾക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. വല്ലാഹു യഇദുക്കും മഗ്ഫിറതൻ മിൻഹു വഫദ്ല, അല്ലാഹു അവൻ്റെ പക്കൽ നിന്നുള്ള പാപമോചനവും അനുഗ്രഹവും വർധനവും നിങ്ങളോട് വാഗ്ദത്തം ചെയ്യുന്നു. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു. കഴിഞ്ഞ വചനവുമായി ബന്ധമുണ്ട് ഈ വചനങ്ങൾക്കും. അശ്ശൈത്താനു യഇദുക്കുമുൽ ഫഖർ. പിശാച് ദാരിദ്ര്യം പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തും. പിശാച് മനുഷ്യനെ പേടിപ്പിക്കും. മനുഷ്യനെ സത്യത്തിൽ പിശുക്കിലേക്കും ഔദാര്യത്തിലേക്കും പ്രേരിപ്പിക്കുന്ന രണ്ട് ശക്തികളെക്കുറിച്ച് ഈ വചനത്തിലുണ്ട്. അതിലൊന്നാമത്തേത് പിശുക്കാണ്. അത് പൈശാചികമാണ്. അതാണ് അശ്ശൈത്താനു യഇദുക്കുമുൽ ഫഖറ എന്ന് പറഞ്ഞത്. ധനം ചെലവഴിക്കേണ്ട ഘട്ടം വരുമ്പോൾ പലരും അതിൽ നിന്ന് പിൻപോട്ട് പോകുന്നത് നാം കാണാറുണ്ട്. ചെലവഴിച്ചാൽ നാളെ ഞാൻ പാപ്പറായി പോകുമല്ലോ എന്ന ചിന്തയാണത്. അതുമല്ലെങ്കിൽ തൻ്റെ സമൃദ്ധിയും സുഭിക്ഷതയുമൊക്കെ കുറഞ്ഞു പോകും എന്ന് ഭയപ്പെടും. ഈ ഭയം എവിടെ നിന്നുള്ളതാണ്? ഇത് പിശാചിൽ നിന്നുള്ളതാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണത്. കയ്യിലുള്ളത് ചെലവഴിച്ചാൽ കുടുങ്ങിപ്പോകും, സ്വന്തം അത്യാവശ്യങ്ങളിൽ വിനിയോഗിക്കാൻ മാർഗമില്ലാതെ കഷ്ടപ്പെടും എന്നിങ്ങനെയുള്ള വിചാരവും ഭയവുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ പിശുക്കനാക്കുന്നത്. ഇത് മനസ്സിലാക്കേണ്ടത്, ഈ പിശാച് രണ്ട് തരത്തിൽ അത് തടയും. ഒന്ന്, വരാനിരിക്കുന്ന ആപത്തുകളെക്കുറിച്ച്, അതും ചിലപ്പോൾ സാങ്കല്പികമായിരിക്കും, ഭയപ്പെടുത്തിക്കൊണ്ട് നാളെ വലിയ രോഗം വരും, അല്ലെങ്കിൽ ഇന്ന പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് കയ്യിലുള്ളത് കളയാതെ സൂക്ഷിക്കണം, ഇത് ചെലവഴിച്ചാൽ ആർക്കെങ്കിലും കൊടുത്താൽ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകും എന്നൊക്കെ ഇങ്ങനെ മന്ത്രിക്കും. രണ്ടാമത്തേത്, സമ്പത്തുള്ളവരെ ദുർവൃത്തികളിലേക്ക് പ്രേരിപ്പിക്കും. അതാണ് വയമുറുക്കും ബിൽ ഫഹ്ഷാ എന്ന് പറഞ്ഞത്. നീചവൃത്തികൾക്ക് പ്രേരിപ്പിക്കും. മദ്യപാനം, വ്യഭിചാരം തുടങ്ങിയ ദുർവൃത്തികൾ. അതിലേർപ്പെടുന്നവർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നല്ല കാര്യങ്ങൾക്ക് പണം ചെലവാക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇതിനൊക്കെ ദിനേന വലിയ സംഖ്യ ചെലവാക്കുന്നവർക്ക്
പട്ടിണി കിടക്കുന്നവർക്ക് അന്നം കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ചോദിച്ചാൽ വലിയ മടിയായിരിക്കും. ഇനി അഥവാ അവർ വല്ലതും കൊടുത്താലോ അതിൽ വേറെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടാവും. അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ടോ പാവങ്ങളോടുള്ള അനുഭവം കൊണ്ടോ ഒന്നും ആവില്ല. ഇതാണ് ഈ ശൈത്താൻ ചെയ്യുക. അതുകൊണ്ടാണ് ശൈത്താൻ്റെ വലയിൽ അകപ്പെട്ട പണക്കാരങ്ങൾ കണ്ടിട്ടുണ്ടാവും വേഗം തമ്മാടിത്തങ്ങളിൽ താഴ്ന്നു പോകും. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. അതാണ് അശ്ശൈത്താനു യഅ്ദുക്കുമുൽ ഫഖറ വയഅ്മുറുക്കും ബിൽ ഫഹ്ശാ എന്ന് പറഞ്ഞത്. ഈ പിശുക്ക് എന്ന് പറഞ്ഞാൽ വളരെ മോശമായൊരു സംഗതിയാണ്. അതുപോലെ തന്നെ മോശമാണ് ഇസ്രാഫും ധൂർത്തും. ആവശ്യമുള്ള കാര്യങ്ങളിൽ പണം ചെലവഴിക്കാതിരിക്കുന്നതാണ് പിശുക്ക്. അനാവശ്യമായ കാര്യങ്ങളിൽ പണം ചെലവഴിക്കലാണ് എന്ത്? ധൂർത്ത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്ത് അതിൻ്റെ ലക്ഷ്യത്തിന് വിപരീതമായ മാർഗത്തിൽ വിനിയോഗിച്ചുകൊണ്ട് അവനോട് നന്ദികേട് കാണിക്കലാണ് ഇത് രണ്ടും, പിശുക്കായാലും ധൂർത്തായാലും. ഖുർആൻ അത് പറയുന്നുണ്ട്, വാതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബ്നസ് സബീൽ വലാ തുബദ്ദിർ തബ്ദീറ. നീ ബന്ധുക്കൾക്കും അഗതികൾക്കും വഴിപോക്കർക്കും അവരുടെ അവകാശം നൽകണം, ധൂർത്തടിക്കരുത്. കാരണം ഇന്നൽ മുബദ്ദീരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ധൂർത്തന്മാർ ചെകുത്താൻ്റെ സഹോദരന്മാരാണ്. ഇവിടെ ശൈത്താൻ എന്ന് പറഞ്ഞാൽ ശൈത്താൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ശൈത്താൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിൽ ദുർവിചാരങ്ങൾ ഉണർത്തുന്ന അദൃശ്യനായ ശക്തിയുണ്ട്, പിശാചുണ്ട്. അതുപോലെ തന്നെയാണ് മനുഷ്യരെ ദാനധർമ്മങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന അല്ലെങ്കിൽ തോന്നിയാസങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന, മനുഷ്യരെ വഴിപഴപ്പിക്കുന്ന മനുഷ്യർ, അവരും ചെകുത്തന്മാർ തന്നെയാണ്. അവർ ചിലപ്പോൾ നിങ്ങളെ ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, ആരും ആകാം. മനസ്സിലായില്ലേ? അവർ നിങ്ങളെ തടയും, പേടിപ്പിക്കും. ഉണ്ടാവില്ല കേട്ടോ, കുട്ടികൾക്ക് പഠിപ്പിക്കാനല്ലേ, കുട്ടികളെ പഠിപ്പിക്കാനല്ലേ, വയസ്സാകണില്ലേ എന്നൊക്കെ പറയും. എന്നാലോ ഫഹ്ഷാഇന് വേണ്ടി, ഫാഹിഷത്തിൻ്റെ ബഹുവചനമാണ് ഫഹ്ഷാ, എല്ലാ മോശമായ കർമ്മങ്ങളും ഫഹ്ഷാ ആണ്. ഖുർആനിൽ സാധാരണ സദാചാരമില്ലാത്ത വ്യഭിചാരം, സ്വവർഗ ഭോഗം തുടങ്ങിയ ദുർവൃത്തികൾക്കാണ് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അതൊക്കെ അതിൽ പെടും. ഇതിനൊക്കെ എന്തു ചെയ്യും? പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇതൊരു വല്ലാത്ത വിഷയമാണ്. ഇത് ശൈത്താൻ നമ്മളെ പറ്റിക്കുകയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ രക്ഷപ്പെടുക. അത് സാധിക്കാതെ പോകുന്നു എന്നതാണ് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളൊരിക്കലും ഇതിൽ പെട്ടുപോകരുത്. അതുകൊണ്ടാണ് അള്ളാഹു ഇതിങ്ങനെ പറയുന്നത്. എന്നാൽ അള്ളാഹു ആണെങ്കിലോ, വല്ലാഹു യഇദുക്കും മഗ്ഫിറത്തൻ മിൻഹു വഫദ്ല, അള്ളാഹു നമുക്ക് നൽകുന്ന വാഗ്ദത്തം എന്താ? ഒന്ന് മഗ്ഫിറത്താണ്, പാപങ്ങളിൽ നിന്നുള്ള മോചനം. രണ്ടാമത്തേത് ഫദ്ലാണ്. ഫദ്ൽ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം അല്ലെങ്കിൽ വർധനവ്. മനസ്സിലായില്ലേ? ഇതാണ് അള്ളാഹുവിൻ്റെ വാഗ്ദത്തം. പിശാചിൻ്റെ വാഗ്ദത്തത്തിൻ്റെ നേരെ എതിര്. അള്ളാഹു
പാപമോചനം നൽകും നമ്മൾ പണം ചിലവഴിച്ചാൽ, സമ്പത്ത് ചിലവഴിച്ചാൽ. അതുപോലെ അനുഗ്രഹം അല്ലെങ്കിൽ വർധനവ് നൽകും. ഫضൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ അതിൽപ്പെടും. മനസ്സിലായില്ലേ? ഇതിൽ മനസ്സിലാക്കേണ്ടത് പാപമോചനം, അള്ളാഹു പാപമോചനം നൽകും, വാഗ്ദാനം നൽകും എന്ന് പറഞ്ഞതിലെ പാപമോചനം അത് ഫഹ്ഷാ എന്നതിൻ്റെയും അനുഗ്രഹം ഫضൽ എന്ന് പറഞ്ഞത് ഫഖർ അഥവാ ദാരിദ്ര്യത്തിൻ്റെയും വിപരീതമാണ്. അതായത് ശൈത്താൻ നിങ്ങളെ പിശുക്ക് കൊണ്ടും ഫാഹിഷത്ത് കൊണ്ടും ആഭാസവൃത്തി കൊണ്ടും മലീമസമാക്കി നരകത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് പിശുക്കിൽ നിന്നും ധൂർത്തിൽ നിന്നും ആഭാസവൃത്തികളിൽ നിന്നുമൊക്കെയുള്ള ശുദ്ധീകരണം, പാപമോചനം, അതുവഴി സ്വർഗവാസവുമാകുന്നു. ഇവിടെ ശൈത്താൻ നിങ്ങളെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ അള്ളാഹു നിങ്ങൾ ചെലവഴിച്ചതിന് പ്രതിഫലമായി ഇഹത്തിലും പരത്തിലും, മഗ്ഫിറത്ത് പരത്തിലുള്ളതാണ്, ഫضൽ ഇഹത്തിലുള്ളതാണ്. വലിയ സൗഭാഗ്യങ്ങൾ അള്ളാഹു വാഗ്ദത്തം ചെയ്യുന്നു. എന്നിട്ട് അവസാനിപ്പിക്കുന്നത് വല്ലാഹു വാസിഉൻ അലീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹു വാസിഉൻ അലീം, അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. ആർക്ക് എത്ര വേണമെങ്കിലും നൽകാൻ അള്ളാഹുവിൻ്റെ കൈവശമുണ്ട്. എന്തും എത്രയും നൽകാനുള്ള വിശാലതയും അള്ളാഹുവിനുണ്ട്. നിങ്ങളിൽ ആരെന്ത് ചെലവഴിച്ചെന്നും എന്തിനു വേണ്ടി ചെലവഴിച്ചുവെന്നും, ആര് ശൈത്താൻ്റെ പ്രേരണകൾക്ക് വഴങ്ങി പിശുക്കിൽപ്പെട്ടുവെന്നും, ആര് ധൂർത്തടിച്ചുവെന്നും ഒക്കെ എന്താ അറിയാം? അള്ളാഹുവിനറിയാം. അള്ളാഹു തആല മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.